ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിവാഹ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ഒരുങ്ങുന്നവരും ഒപ്പം തന്നെ വിവാഹത്തിലായിരിക്കുന്നവർക്കും വേണ്ടി കർത്താവ് ഇതാ ഒരു വചനം തരുക. ഈ വചനം വിവാഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ഒപ്പം തന്നെ വിവാഹത്തിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനവും സൂചിപ്പിക്കുവാണ്. അപ്പോൾ ഈ ദൈവ പദ്ധതി അനുസരിച്ച് നമ്മെ ഒന്ന് ഒരുക്കുകയും ഒപ്പം ഈ വാഗ്ദാനം അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹത്തിൻ്റെതായിട്ട് മാറും. എന്താ ദൈവം പറയുക? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യൻ ഏകനായി നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഒന്നാമത് ദൈവം പറയുവാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്. വിവാഹിതരാകുന്നതിന് മുമ്പ് എന്ത് സന്തോഷം ഉണ്ടായിരുന്നു, എന്തോരം നന്മയുണ്ടായിരുന്നു, അതിലും കൂടുതൽ നന്മയുള്ള നല്ലതായ സന്തോഷമുള്ള ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒന്നാമത് വിവാഹ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം എന്ന് ദൈവവചനം സൂചിപ്പിക്കുന്നു. കൂടുതൽ നല്ലൊരു ജീവിതത്തിലേക്ക് ദൈവം വിളിച്ചതിനെ ഓർത്ത്. ഇനി വീണ്ടും അടുത്ത വചനഭാഗം ചേർന്ന് പറയുവാണ്, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്ന് പറഞ്ഞാൽ അവിടെ ദൈവം നൽകുന്ന ഒരു വെളിപ്പെടുത്തൽ ഇതാണ്. ആരിലൂടെ എങ്ങനെയൊക്കെയാണ് വിവാഹം കടന്നു വന്നതെങ്കിലും കൂദാശയായിട്ട് വിവാഹം സ്വീകരിക്കുമ്പോൾ മനസ്സുകൊണ്ട് ഒരുങ്ങി നിസ്വാർത്ഥതയോടെ ദൈവീക ആഗ്രഹത്തോടെ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം വിശ്വസിക്കണം, തിരിച്ചറിയണം, ഒപ്പം നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം. എന്താ കാരണം? ഇത് ദൈവം നമുക്ക് നൽകിയ ഈ വിവാഹ ജീവിതം ദൈവം നൽകിയതാ, ഈ ഇണയെ ദൈവം നൽകിയതാ. ആ ഇണയെ നമ്മൾ കണ്ടെത്തിയ വഴികൾ പലതും ആയിരിക്കാം, പക്ഷെ ദൈവ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം, ദൈവം നന്ദി പറയണം. അങ്ങനെ ദൈവ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നന്ദി പറയുക, ഇണയെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്. അപ്പം അങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ വിവാഹിതരാകാത്തവരാണെങ്കിൽ കർത്താവെ അങ്ങാനുള്ള ഇണയെ നൽകുന്നത് എനിക്ക് യോജിച്ച ഇണയെ അങ്ങ് നൽകുന്നത് നന്ദി പറയുന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിവാഹ ജീവിതം അനുഗ്രഹത്തിൻ്റെതായിട്ട് മാറും. ഇനി വീണ്ടും ആ വചനത്തിൻ്റെ ഇടയിലുള്ള മറ്റൊരർത്ഥമുണ്ട്. വചനം പറയാണ്, ചേർന്ന് ഇണയെ ഞാൻ നൽകും. ഒരു പക്ഷേ ഇന്ന് വിവാഹം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വിവാഹത്തിൽ അത്ര ചേർച്ചയൊന്നും ഇല്ലെങ്കിലും ഈ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആദ്യമേ ദൈവത്തോട് പറയാം, കർത്താവെ നീയാണല്ലോ എനിക്ക് ഇണയെ നൽകിയത്, അതിനോട് നന്ദി പറയുന്നു. കർത്താവെ എൻ്റെ വിവാഹത്തിൽ വലിയ ചേർച്ചയൊന്നുമില്ല, നീ ചേർച്ചയുള്ളതാക്കി, ചേർന്ന് ഇണയാക്കി എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെ മാറ്റണേ എന്ന് പറഞ്ഞ് ഈ ദൈവവചനത്തിൻ്റെ വാഗ്ദാനം അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ വചനത്തിൻ്റെ വാഗ്ദാനം നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചന വാഗ്ദാനം നമ്മുടെ മേൽ പൂർത്തീകരിക്കപ്പെടും. യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരും ഇനി വിവാഹ ജീവിതത്തിലായിരിക്കുന്നവരും ഈ വചനം ആവർത്തിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കട്ടെ.